ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് വേഗത്തിൽ തന്നെ മുടി നരച്ചു പോകുക എന്നുള്ളത്. അങ്ങനെ കുറച്ച് മുടി നരച്ചു പോകുമ്പോൾ കടയിൽ നിന്നും കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി അപ്ലൈ ചെയ്യുകയും പിന്നീട് കുറച്ച് മുടി ഒരുപാട് നരയ്ക്കുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും മാറുക. അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇങ്ങനെ ഒരു തവണ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, പെർമനൻ്റായിട്ട് അകാല നര ഇല്ലാണ്ടാകും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാതളപ്പഴത്തിൻ്റെ തോലാണ് കേട്ടോ. ഈ ഒരു തോല് മാത്രം മതി അകാല നര വേരോടെ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഹെൽമെറ്റൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടും പൊല്യൂഷൻ, ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ്സ് ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ കൊണ്ടും ഒരുപാട് മുടി കൊഴിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും വലിയൊരു പരിഹാരമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാതളപ്പഴത്തിൻ്റെ തോലെടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു വലിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാതളപ്പഴത്തിൻ്റെ തോല് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഇനി ചായപ്പൊടി ഒരു ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് കരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് തിളപ്പിക്കാനുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എസൻസ് ഒക്കെ നല്ല രീതിയിൽ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഈ ഒരു മാതളപ്പഴത്തിൻ്റെ തോല് നമുക്ക് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുകയാണെങ്കിലും അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നമ്മൾ തിളപ്പിച്ചെടുത്ത ആ ഒരു വെള്ളം ഞാൻ ഇതുപോലൊന്ന് ഫിൽറ്റർ ചെയ്ത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. മുടി വേരുകളെ ശക്തിപ്പെടുത്താനും താരനകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും ഈ ഒരു മാതളപ്പഴത്തിൻ്റെ തോല് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ ഇത് ശിരോചർമ്മത്തിലെ അണുബാധകളെ ചൊറുക്കുകയും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്രമല്ല ആഴ്ചയിൽ 2-3 തവണ ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി മുഴുവനും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ വിട്ടതിന് ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അകാല നര, അതായത് പ്രീമച്യൂർ ഗ്രേ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുക പോലുമില്ല. പിന്നീട് 80 അല്ല 85 വയസ്സായാലും ഒരു നരച്ച മുടി പോലും നമ്മുടെ തലയിൽ ഉണ്ടാവുകയില്ല. അത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടും. ഒരു തവണ നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ മാസങ്ങളോളം തന്നെ കേടുകൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. മുടി നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടും വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കാം. ഈ ഒരു രീതിയിൽ നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയറിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. മാത്രമല്ല മാർക്കറ്റിൽ ഇന്ന് വളരെയധികം വില കൂടിയ രീതിയിൽ ഈ ഒരു സൊല്യൂഷൻ അവൈലബിളുമാണ്. അപ്പോൾ ഇനി നമുക്ക് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി, അല്ലെങ്കിൽ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് കുടങ്ങൽ അല്ലെങ്കിൽ വള്ളാരച്ചീര എന്നൊക്കെ അറിയപ്പെടുന്ന ചീരയാണിത്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ചീരയാണ്. ആഴ്ചയിൽ 2-3 തവണ നമ്മളിത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താൻ അത്രത്തോളം സഹായിക്കുകയും ചെയ്യും. തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനും സഹായിക്കുന്ന ഒരു മികച്ച ഔഷധ സസ്യമാണിത്. കൂടാതെ ചർമ്മ സംരക്ഷണം, മുടി വളർച്ച, ദഹനം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കും ഇത് സഹായിക്കുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, ചർമ്മത്തിന് ഉന്മേഷം നൽകുന്നു, ദഹനം മെച്ചപ്പെടുത്തുന്നു, മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നു, രക്തം ശുദ്ധീകരിക്കുന്നു. അങ്ങനെ ഈ ഒരു കുടങ്ങൽ ചീരയുടെ ആരോഗ്യ ഗുണങ്ങൾ എണ്ണിലടങ്ങാത്തതാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ഈ ഒരു കുടങ്ങൽ ചീരയ്ക്ക് ചെറിയൊരു കയ്പുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നമ്മളിത് ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചീര ഉള്ളത് അറിയാണ്ട് കൊണ്ട് അവരെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ബൗളിൽ 2 ബൗൾ അളവിലേക്കാണ് കേട്ടോ റേഷൻ പച്ചരി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഒരു 1/2 ബൗൾ അളവിലേക്ക് കറുപ്പുഴുന്നാണ്. ഈ ഒരു കറുപ്പുഴുന്നിൽ ധാരാളം അയൺ ഉള്ളത് കൊണ്ട് തന്നെ രക്തം കുറവുള്ളവർക്ക് ഈ ഒരു ഉഴുന്ന് കഴിക്കുന്നത് അത്രത്തോളം നല്ലതാണ്. അപ്പോൾ പച്ചരിയുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ കറുപ്പുഴുന്നും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ റെസിപ്പിക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് കടലപ്പരിപ്പും 1/4 ടീസ്പൂൺ അളവിലേക്ക് ഉലുവയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കഴുകിയിട്ട് ആ ഒരു കഴുകിയതിന് ശേഷമാണ് നമ്മൾ കുതിർക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ ഒരു കുതിർന്ന വെള്ളത്തോടെ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 2 മണിക്കൂർ സമയം ഞാൻ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. വളരെയധികം ടേസ്റ്റിയും അതുപോലെ തന്നെ കളർഫുള്ളുമായിട്ടുള്ള ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഡിന്നർ റെസിപ്പിയാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ
കുതിർത്തി എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 കൈപ്പിടി അളവിലേക്ക് കുടങ്ങൽ ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എരിവിലേക്ക് ആവശ്യമായിട്ട് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ ചെറിയ വെളുത്തുള്ളി ഒരു 5 അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ജീരകമാണ്. അത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റാക്കി അരയ്ക്കേണ്ട, കോഴ്സായിട്ട് ഒരു തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതിയാകും. ഇത് നമുക്ക് തലേ ദിവസം അരച്ച് പുളിപ്പിക്കാൻ വെക്കണം എന്നുള്ളതൊന്നുമില്ല, അപ്പോൾ അരച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രത്തോളം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല കുട്ടികളും ഒരുപാട് ഇഷ്ടത്തോടെ ഇത് കഴിച്ചോളും. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള കുടങ്ങൽ ദോശ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ദോശ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും രാവിലെ ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലതാണ്. രാവിലെ മാത്രമല്ല കേട്ടോ, നല്ലൊരു ഡിന്നറായിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് മുടി നരച്ചു പോയവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഒരു കിടിലൻ ഹെയർ ഡേ ആണ് നമ്മളിപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിരുന്ന മാതളപ്പഴത്തിൻ്റെ തോല് നന്നായിട്ട് കഴുകിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് നിങ്ങളുടെ മുടിയുടെ അളവിനനുസരിച്ച് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന മാതളപ്പഴത്തിൻ്റെ തോല് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 വലിയ കഷ്ണം മാതളപ്പഴത്തിൻ്റെ തോലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് തെളിഞ്ഞ കഞ്ഞിവെള്ളം, അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പുളിച്ച കഞ്ഞിവെള്ളമല്ല, അതിന് പകരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ മാതളപ്പഴത്തിൻ്റെ തോല് അരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ അരച്ചെടുത്ത ഈ ഒരു മാതളപ്പഴത്തിൻ്റെ തോല് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതും കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് ഹെന്നയാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് ഹൈബിസ്കസ് പൗഡറും എടുത്തിട്ടുണ്ട്. ഹൈബിസ്കസ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഡേ കഴുകുന്ന സമയത്ത് സോപ്പ്, ഷാമ്പു ഒന്നിൻ്റെയും ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പം ഇനി അതിലേക്ക് നമ്മൾ ഓൾറെഡി അരച്ചു വെച്ച നമ്മുടെ മാതളപ്പഴത്തിൻ്റെയും കഞ്ഞിവെള്ളത്തിൻ്റെയും ആ ഒരു മിക്സ് ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഒരുപാട് പേർക്ക് ഉള്ളൊരു പ്രശ്നമാണ് ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തലയിൽ അലർജി ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ഹെയർ ഡേ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എങ്ങനെ ഹെയർ ഡേ അപ്ലൈ ചെയ്താലും വളരെ സെൻസിറ്റീവായിട്ട് ഉള്ളവരാണെങ്കിൽ ഹെയർ ഡേ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ തലമുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ഡേ നല്ല രീതിയിൽ തന്നെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ഹെന്ന ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നല്ലൊരു കളറ് കിട്ടും. അതും വെറും അരമണിക്കൂർ കൊണ്ട്. അരമണിക്കൂറിൽ നമ്മുടെ വെള്ളമുടിയിൽ അപ്ലൈ ചെയ്ത് നമുക്കിത് കഴുകി കളയാവുന്നതാണ്. മാത്രമല്ല മാതളപ്പഴത്തിൻ്റെ തോലും കഞ്ഞിവെള്ളമൊക്കെ നമ്മളിതിൽ ചേർത്തുകൊണ്ട് തന്നെ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് ആ ഒരു കളറ് നിലനിൽക്കുകയും ചെയ്യും. മാത്രമല്ല മുടി നല്ല തിക്കായിട്ടും അടർത്തിയായിട്ടും വളരും. ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് ഡൈ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡൈ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഡ്രൈ ആവുക, ഡാൻഡ്രഫിൻ്റെ ശല്യം ഉണ്ടാവുക എന്നുള്ളതൊക്കെ. അതൊന്നും ഈ ഒരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുകയില്ല. അപ്പോൾ ഇനി ഉറപ്പായിട്ട് നിങ്ങളും ഇനി ഹെയർ ഡേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.